വിജയം കൊട്ടു. ഉത്തരത്തിന്റെ മുക്കാൽ ഭാവവും അത്തവും ചിത്തിരയുടെ പകുതിയും കൂടി ചേരുന്ന കന്നി കൂറുകാർക്കുള്ള ഏപ്രിൽ മാസത്തെ ഫലമാണ് ഇപ്പോൾ പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ ഇവർക്ക് പൊതുവെ ചാരവസ്ഥാൽ ചിന്തിക്കുകയാണെങ്കിൽ കന്നിരാശിയുടെ 4-ാം ഭാവത്തിൽ ശനിയും വ്യാഴവും കേതുവും, 6-ാം ഭാവത്തിൽ ബുധനും ശുക്രനും, 7-ാം ഭാവത്തിൽ സൂര്യനും, 9-ാം ഭാവത്തിൽ ചൊവ്വയും 10-ൽ രാഹുവുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടകശനി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. 3-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴൻ ഇപ്പോൾ 4-ാം ഭാവത്തിൽ വന്നിരിക്കുന്നത് വളരെ ആശ്വാസകരമാണ്. അതുപോലെ തന്നെ കണ്ടകശനി തുടരുകയാണെങ്കിലും വ്യാഴത്തിന്റെ ചെറിയൊരു മാറ്റം കൊണ്ട് കുറച്ച് ആശ്വാസപരമായിട്ടുള്ള ഒരു മാറ്റമുണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ഗുണദോഷ മിശ്രത്തിൽ ഗുണമാണ് ദോഷമാണ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മാസം ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യം തന്നെ എന്ന് പറയാം. ചാരവസ്ഥാലുള്ള സ്ഥിതികൾ വെച്ചിട്ട് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഈ മാസം വളരെ നന്നായിരിക്കുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ചിന്തിക്കുകയാണെങ്കിൽ ദേഹസംബന്ധമായിട്ട് തന്നെ ആദ്യം എടുക്കുകയാണെങ്കിൽ ശരീര സംബന്ധമായിട്ടുള്ള ഇതെടുക്കുകയാണെങ്കിൽ ഏകദേശം 45 വയസ്സ് തൊട്ടിട്ട് 60 വയസ്സിലുള്ള കാലയളവിലുള്ളവർക്കെല്ലാം ശാരീരപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഉഷ്ണസമയമായതുകൊണ്ട് ഉഷ്ണസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതൽ വരുവാനും മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുവാനുമുള്ള സാധ്യത ഉണ്ട്. എങ്കിലും 4-ാം ഭാവത്തിൽ വ്യാഴം വന്നിരിക്കുന്നതുകൊണ്ട് ദേഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് അനുകൂലപരമായിട്ടുണ്ട്. എങ്കിലും ഇവർക്ക് ശാരീരപരമായിട്ടുള്ള ശ്രദ്ധ ഒന്ന് ശ്രദ്ധീകരിക്കുക വേണ്ടിയിരിക്കുന്നു. ധനസംബന്ധമായിട്ടും കുടുംബസംബന്ധമായിട്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കുടുംബപരമായിട്ടുള്ള ഒരു അനുകൂലപരമായിട്ടുള്ള സമാധാനവും അന്തരീക്ഷവും ഉണ്ടാവുന്നതാണ്. ധനവർദ്ധനയും ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും എന്നിവയും കാണുന്നുണ്ട്. സഹോദരി സഹായ ബന്ധങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ സഹായങ്ങളും സഹോദര ബന്ധങ്ങളും കുറച്ച് ഈടുറപ്പിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. സഹായഹസ്തങ്ങൾ വന്നു ചേരുവാനുമുള്ള സാധ്യത കണ്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ധൈര്യത്തിനും ഒരു കുറവുണ്ടാവില്ല. അതുപോലെ തന്നെ ബന്ധങ്ങൾ കുറച്ച് ശക്തിപ്പെടുവാനും അതുപോലെ തന്നെ ബന്ധുക്കൾ തമ്മിൽ അകന്നിരിക്കുകയാണെങ്കിൽ അത് ഒന്നു ചേരുവാനുമുള്ള ഒരു അവസരമൊക്കെയാണ് കാണുന്നത്. പുതിയ ബന്ധങ്ങൾ കൂട്ടുപിടിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം ഭവന നിർമ്മാണം പുനരുദ്ധീകരിക്കുവാനും അല്ലെങ്കിൽ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാനും അതിൽ താമസിക്കുവാനുമുള്ള സാധ്യതയെല്ലാം ഇപ്പോൾ ഇവർക്ക് തുടർന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മനസ്സുഖം പൊതുവെ ഇവർക്ക് അനുയോജ്യപരമായിട്ട് വരും. അതുപോലെ തന്നെ മാതാവിൽ നിന്നും വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവും. മാതൃസ്നേഹം ഉണ്ടാവും എന്നിവയെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓർമ്മശക്തിക്ക് പ്രജ്ഞാബന്ധ ഓർമ്മശക്തിക്ക് പൊതുവെ കുറച്ച് കോട്ടം വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആ ഓർമ്മശക്തി ബലപ്പെടുത്തുവാനായിട്ട് തന്നെ നിങ്ങൾക്ക് ബുധപ്രീതി വരുത്തേണ്ടതുണ്ട്. ബുധൻ മഹാവിഷ്ണുവെങ്കിൽ തുളസിമാലയും അതുപോലെ തന്നെ സഹസ്രനാമ അർച്ചനയും നടത്തുന്നത് മൂലം ബുദ്ധിക്ക് കുറച്ച് വികസനം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രോഗാധിക്യം വന്നു വിടുവാനും കടബാധയിൽ നിന്ന് മോചനം നേടുവാനുമുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള അംഗീകാരങ്ങളും അനുകൂലങ്ങളും എല്ലാം കിട്ടുവാനുള്ള ഒരു സമയമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യ സഫലങ്ങൾ സാധിക്കുവാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദുരിതത്തിൽ കഴിയുന്നവർ ഒരുപാട് ദുരിതത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ച് ഉണർവ് വരുന്ന ഒരു സമയമാണ്. അപമാനങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ടെങ്കിലും ദൈവാനുഗ്രഹം മൂലം അതെല്ലാം മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും നല്ലൊരു പേര് വാങ്ങിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കർമ്മമേഖല പൊതുവെ തൃപ്തിയായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള ഒരു സമയം കൂടിയാണ്. വ്യാഴൻ വീണ്ടും തിരിച്ച് വൃശ്ചികത്തിലേക്ക് വരുന്നതിന് മുമ്പ് പുതിയ സംരംഭങ്ങൾ തുടങ്ങി വയ്ക്കുവാൻ പദ്ധതി ഉണ്ടെങ്കിൽ അതെല്ലാം സാധിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ വരുമാന മാർഗം തൃപ്തികരമായിരിക്കും. എങ്കിലും ഇവർക്ക് ചെയ്യാൻ പറ്റാവുന്ന കുറെ പരിഹാരങ്ങൾ ചെയ്യുവാനുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും തൊഴിലെടുക്കുന്നവർക്കും എല്ലാം പൊതുവെ തൃപ്തികരമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അനുകൂല സംബന്ധമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂല സംബന്ധമാണ്. അതുപോലെ തന്നെ ബിസിനസ് കാര്യങ്ങൾ നടത്തുന്നവർക്കും സ്വർണ്ണാഭരണ മേഖല നടത്തുന്നവർക്കെല്ലാം അനുകൂലപരമാണ്. ഇവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്ന പരിഹാരം വന്നിട്ട് ഉത്തര നക്ഷത്രക്കാർക്ക് ശിവനിങ്കൽ ധാര വിളക്ക് മാല എന്നിവ നടത്തുന്നത് മൂലം അവർക്ക് ശ്രേഷ്ഠമായ ഒരു സമയമുണ്ടാവും. അത്ത നക്ഷത്രക്കാർക്കാണെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന നടത്തുന്നതും ഭാഗ്യസൂക്തം നടത്തുന്നതും വളരെ ഗുണകരമാണ്. ചിത്ര നക്ഷത്രക്കാർക്കാണെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ തന്നെ ചൊവ്വാഴ്ച ദിവസം തോറും അവർക്ക് ഭഗവതി സേവ നടത്തി വരുന്നത് മൂലം അവർക്ക് ഒരുപാട് മാറ്റങ്ങളും
ഉദ്ദിഷ്ടകാര്യ സാധ്യതയും എല്ലാം വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ പേർക്ക് പറയാണ് ഗുണദോഷ മിശ്രത്തിൽ ഗുണാധിക്യം തന്നെ എന്ന് പറയാം ഈ ഏപ്രിൽ മാസത്തെ ഫലം.